Hello my dear students, so welcome back once again to Basics Physics Classroom. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് KEAM 2019ന്റെ ബാക്കിയുള്ള questions we are going to continue today, and this is the second part of KEAM 2019. Okay, so without going into any hefty introductions or anything, the first question on the screen. The resistor R1 equal to 3 ohm and R2 equal to 1 ohm are connected in parallel to a 20 volt battery. Find the heat developed in the resistor R1 in 1 minute. Okay, so in the first question, what they have said is that they are using two resistors there, right? One is a 3 ohm resistor, the other is a 1 ohm resistor. And across the 3 ohm and the 1 ohm resistor, they are connecting a voltage source of voltage 20 volt. Okay, and we are supposed to find out what is the heat generated in 1 minute in the resistor 3 ohm. Now as you can see here, ഈ 20 volt എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് 1 ഓമിനും 3 ഓമിനും പാരലൽ ആണ്. അങ്ങനെയാണ് അവരുടെ കണക്ഷൻ. അപ്പൊ 3 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാ? 20 വോൾട്ട് ആണ്. ആണല്ലോ. അപ്പൊ ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻസ് യൂസ് ചെയ്യാം. I2 RT യൂസ് ചെയ്യാം. ഇവിടെ വോൾട്ടേജ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് അവേ V2 R T യൂസ് ചെയ്യാം. Okay, or this is equal to V2 എന്ന് പറയുമ്പോൾ 20 into 20, R എത്രയാണ്? 3 ആണ്. Time 1 minute എന്നാണ് പറഞ്ഞിട്ടുള്ളത്, that is 60 seconds. അപ്പൊ into 60, so that will be what? The 20 വന്നു അല്ലേ? 2 2s are 4, 4 2s are 8, 8000 joules. So what is the heat generated? It is equal to 8000 joules. അപ്പൊ ഓർത്തു വെക്കുക, എപ്പോഴും പാരലൽ സർക്യൂട്ട് ആവണമെന്നില്ല, സീരീസ് സർക്യൂട്ട് ആവാം. സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും, ഓർ വോൾട്ടേജ് വെച്ചും ചെയ്യാം കേട്ടോ, absolutely no problem. But you'll have to find the voltage across that എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നല്ലെങ്കിൽ I2 RT അല്ലെങ്കിൽ V2 RT എല്ലാം യൂസ് ചെയ്യാം. ക്ലിയർ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. And the next question is there. Consider a driven damped mechanical oscillator is in resonance. Which of the following statements is true? അപ്പോൾ ക്വസ്റ്റനിൽ പറയുന്ന ഒരു ഡ്രിവൺ ഡാംഡ് ഓസിലേറ്റർ. ഇപ്പൊ രണ്ടു മൂന്ന് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രിവൺ ഡാംഡ് ഓസിലേറ്റർ. അപ്പൊ ഓസിലേഷൻ പറയുമ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് ആണ് മെയിൻലി ഓർക്കേണ്ടത്. ഒന്ന് ഡാംഡ് ഓസിലേഷൻ, അതുപോലെ അൺഡാംഡ് ഓസിലേഷൻ. ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇഫ് ദിസ് ഇസ് മൈ റെപ്രസെന്റേഷൻ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു പോകും. ഡാംഡ് ഓസിലേഷൻ പ്രാക്ടിക്കലി ഇതാണ്, ഡാമ്പിംഗ് ആണ്. ഇനി അൺഡാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംപ്ലിറ്റ്യൂഡ് വിൽ ഓൾവേസ് റിമെയിൻ എ കോൺസ്റ്റന്റ്, അതിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, എനർജി ഒന്നും കുറയുന്നില്ല. ബട്ട് പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഡാംഡ് ആണ് കണ്ടീഷൻ. ഓക്കെ, ഇനി അവർ പറയുന്നത് ഡ്രിവൺ ആണ്. Driven എന്ന് പറഞ്ഞാൽ we are applying some external force. Okay, അപ്പോൾ ഒരു driven damped oscillator എന്ന് പറഞ്ഞാൽ we are applying some external force and the system is in resonance. അപ്പൊ എപ്പോഴാണ് റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്? റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് ഈ ഓസിലേറ്ററിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി. ഈ ഓസിലേറ്ററിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഡ്രിവൺ ഫോഴ്സ് കാരണമുള്ള ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് വരുന്നത്? റെസൊണൻസ് എന്ന കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ, ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോൾജിയേഴ്സ് ആർ ആസ്ക്ഡ് ടു ബ്രേക്ക് ദ മാർച്ച് വൈൽ ഗോയിങ് ടു ദ ബ്രിഡ്ജ്. അല്ലെ, പാലത്തിലൂടെ പോകുമ്പോൾ മാർച്ച് ബ്രേക്ക് ചെയ്യാൻ പറയും. എന്തിനാ? നമ്മുടെ സോൾജേഴ്സ് മാർച്ച് ചെയ്യാൻ പറയാം, ഒരു യൂണിസൺ ഒരു സെയിം ടൈമിലാണ് മാർച്ച് ചെയ്യുന്നത്. അപ്പൊ അതും ബ്രിഡ്ജിന്റെ ഫ്രീക്വൻസിയും സെയിം ആവാനുള്ള ചാൻസസ് ഉണ്ട്, ആൻഡ് ഒരു കൊളാപ്സിനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ് ബ്രേക്ക് ദ മാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ NCERT മെൻഷൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോ ഐ ഹോപ്പ് ദ ഐഡിയാസ് ക്ലിയർ. ഇനി മറ്റൊരു കാര്യം, റെസൊണൻസ് എന്ന് കേൾക്കുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്, ഇപ്പൊ നമ്മൾ AC സർക്യൂട്ട് ലിങ്ക് ചെയ്ത് പറയാം. ഓക്കെ, AC സർക്യൂട്ട് ആൻഡ് EMI ലിങ്ക് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാം റെസൊണൻസ് എന്ന് പറഞ്ഞാൽ condition is XL is equal to XC. XL എന്ന് വെച്ചാൽ എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. XC എന്ന് വെച്ചാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, അപ്പോൾ XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്, XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. Okay, from this we can write omega square is equal to 1/LC, or omega is equal to 1/√LC. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. The resonant frequency ആണ് നമ്മൾ ഈ omega naught എന്ന് പറയുന്നത്. This is a resonant frequency.
ഓക്കെ, അപ്പൊ ഓസിലേഷൻസിലും റെസൊണൻസിന്റെ ടേം യൂസ് ചെയ്യും, അതുപോലെ എവിടെയും യൂസ് ചെയ്യും, നമ്മള് AC പഠിക്കുമ്പോൾ അവിടെയും റെസൊണൻസിന്റെ ടേം യൂസ് ചെയ്യും. ഒരു LCR സർക്യൂട്ടിന്റെ ഒക്കെ റെസൊണൻസിന്റെ കണ്ടീഷൻ നമ്മൾ അവിടെയും യൂസ് ചെയ്യും. ഓക്കെ, ഐ ഹോപ്പ് ദ കണ്ടീഷൻ ഇസ് ക്ലിയർ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, we move to the next one. A body undergoing simple harmonic motion has a maximum acceleration of 8 pi meter per second square and maximum speed of 1.6 meter per second. What is the time period t? ഈ ക്വസ്റ്റനിൽ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഇസ് എ ടൈം പീരീഡ് ടി എന്നാണ്, അല്ലെ? അപ്പൊ എന്തൊക്കെ ഡേറ്റ അവിടെ തന്നിട്ടുള്ളത്? എഗെയിൻ ഓസിലേഷൻസിലെ ക്വസ്റ്റൻ ആണ്. തന്നിട്ടുള്ളത് മാക്സിമം ആക്സിലറേഷൻ, അത് 8 പൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മാക്സിമം വെലോസിറ്റി എത്രയാ? 1.6 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാക്സിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ ഇസ് ആക്ച്വലി ഒമേഗ സ്ക്വയർ എ, അതാണ് മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എ ഒമേഗയാണ്. റിപ്പീറ്റ്, മാക്സിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ എ, മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാലോ എ ഒമേഗ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റേഷ്യോ എടുക്കാം. റേഷ്യോ എടുക്കുമ്പോൾ എ ക്യാൻസൽ ആയി, ഒരു ഒമേഗ ഒമേഗ ക്യാൻസൽ ആയി. യു വെയിറ്റിംഗ് ഒമേഗ ഇസ് ഈക്വൽ ടു 8 പൈ ബൈ 1.6. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഏത് ടൈം പീരീഡ് ആണ്? ടൈം പീരീഡ് ആണ് ചോദ്യം, അല്ലെ? അപ്പൊ ഒമേഗ ഇസ് ആക്ച്വലി ഈക്വൽ ടു 2 പൈ ബൈ ടി ആണ്. എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ടി, which means ഈ പൈയും പൈയും ക്യാൻസൽ ആയി, ഒരു 2 ഇവിടുന്ന് പോയി, ബാക്കി ഇവിടെ 4 വന്നു. റൈറ്റ്, so the time period will be equal to 1.6 by 4, that is equal to 0.4 seconds. So what is the time period? Time period is equal to 0.4 seconds. Okay, അപ്പോൾ maximum acceleration omega square a, അതുപോലെ velocity എന്ന് പറയുന്നത് a omega ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? So I hope the question is clear for you. So let's move on to the next one. A bat emits an ultrasonic sound wave at 33 kilohertz and receives an echo 0.1 second later. What is the distance of the bat from the object producing echo? Speed of sound in air is 330 meter per second. ഈ ക്വസ്റ്റനിൽ അവർ തന്നിട്ടുള്ളത് എന്താണ്? ഈ ക്വസ്റ്റനിൽ അവർ പറയുന്നത് ഒരു ബാറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഇവർ പറയുന്ന 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ബാറ്റ് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ സൗണ്ട് പോയി ഹിറ്റ് ചെയ്യുന്ന ഒരു വോളിലാണ്, ഈ വോളിൽ നിന്ന് തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരാൻ എടുക്കുന്ന സമയം, ടോട്ടൽ ടൈം അവർ പറയുന്നു 0.1 സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റൈറ്റ്, അപ്പൊ നമുക്ക് ടൈം അറിയാം, വെലോസിറ്റി അറിയാം. ടൈമും വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് 330 ഇൻറ്റു 0.1, സോ ദാറ്റ് ഇസ് 333 മീറ്റർ. What is that? 33 meter. പക്ഷേ 33 മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ചെന്ന് തിരിച്ചു വരുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 33. പക്ഷെ നമുക്ക് ഈ ബാറ്റും വോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രം മതി, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ അല്ല ചോദ്യം, അല്ലെ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിന്ന് ഇവിടം വരെ പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെ, അതാണ് 33, അല്ലെ? അപ്പൊ ഇത്രയും മാത്രം എടുത്താൽ മതി എങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, 33 divided by 2 ചെയ്താൽ മതി. So the distance traveled corresponds to 33 by 2, that is equal to 16.5 meters. What is the answer? 16.5 meter. Clear? Okay, and the next one. A wave along a string has the following equation: y equal to 0.05 sine 28t minus 2x meter, where t is in seconds and x is in meters. What are the amplitude, frequency and wavelength of the wave? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. y is equal to 0.05 sin 28t minus 2x. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടീഷണൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആയിട്ട് കമ്പയർ ചെയ്യണം. y is equal to a sin omega t minus kx. ഓക്കെ, now അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. എ എന്ന് വരെ ഇവിടെ 0.05. സോ വാട്ട് ഇസ് ആംപ്ലിറ്റ്യൂഡ്? 0.05. എ ഓക്കെ അല്ലേ? അടുത്തത് 28 വരെ ഒമേഗയാണ്, അല്ലെ? അപ്പൊ 28 വരെ ഒമേഗയാണ്. അപ്പൊ ഒമേഗ ഇസ് ആക്ച്വലി ഈക്വൽ ടു 28. മനസ്സിലല്ലോ? ഒമേഗ എന്ന് വെച്ചാൽ എന്താ? 2π mu അല്ലെങ്കിൽ 2π f ദ ഫ്രീക്വൻസി. അപ്പൊ ഈ 2 ക്യാൻസൽ ആയി, അവിടെ 14 വന്നു. റൈറ്റ്, അപ്പൊ f is equal to 14 by pi. 14 by pi എന്ന് പറയാൻ അപ്രോക്സ് ചെയ്യാം നമുക്ക്. പൈ എത്രയാ?
3.14 14 പ്രാവശ്യം പോകും, ഏകദേശം 4 പോയിന്റ് സംതിങ് അല്ലേ? അപ്പൊ 4 പോയിന്റ് സംതിങ് 4 പോയിന്റ് സംതിങ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഇനി കറക്റ്റ് ആയിട്ട് 4ന് അടുത്തുള്ള വേറെ വാല്യൂസ് അവിടെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കറക്റ്റ്ലി ഫൈൻഡ് ദ വാല്യൂ, അല്ലെങ്കിൽ 4 പോയിന്റ് അപ്രോക്സ് ചെയ്താൽ മതി. 14/3 12 3 4 പ്രാവശ്യം പോകുന്നത് അല്ലെ, ഏകദേശം 4 പോയിന്റ് സംതിങ് അപ്രോക്സ് ചെയ്താൽ മതി. ഇനി അതുപോലെ k എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. നമുക്കറിയാം k എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. And that is equal to 2. But 2 cancel ആയി. Okay, 2 cancel ആയി. So you get lambda is equal to pi, or pi എന്ന് പറയുമ്പോൾ 3.14 approximately. അപ്പൊ നമുക്ക് f കിട്ടി, ലാംഡ കിട്ടി, a കിട്ടി. ഓക്കെ, മിക്ക കേസസിലും ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട വരാറില്ല. ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും, സാധാരണ കേസസിലല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, let's move on to the next one now. A train sounds its whistle as it approaches an observer standing at a point near the track. The observer measures a frequency of 216 Hz as the train approaches and a frequency of 184 Hz as the train leaves. What is the frequency of its whistle? Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷനിലല്ല അല്ലെ? But ഡോപ്ലർ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? Doppler effect എന്ന് വെച്ചാൽ when there is a relative change in the position, when there is a relative change in the or apparent change in the position of an object or the observer or a source, there will be an apparent change in the frequency. അപ്പൊ അതാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, in general ഡോപ്ലർ എഫക്റ്റ് apparent frequency is equal to mu into v plus or minus vl divided by v plus or minus vs. vl എന്ന് വെച്ചാൽ ലിസണർ, vs എന്ന് വെച്ചാൽ സോഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഡോപ്ലർ എഫക്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഓർത്തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ സൗണ്ട് കൂടുന്നതായിട്ടാണോ കുറയുന്നതായിട്ടാണോ നമുക്ക് തോന്നുന്നത്? റിപ്പീറ്റ്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നു, ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു, സൗണ്ട് കേൾക്കുന്ന സൗണ്ട്, ട്രെയിനിന്റെ എന്നുള്ള സൗണ്ട് ഇല്ലേ, അത് കൂടുവോ കുറയോ? കൂടും അല്ലെ? വിച്ച് മീൻസ് ഡിസ്റ്റൻസ് കുറയുമ്പോൾ സൗണ്ട് കൂടണം അല്ലെ, അടുത്തേക്ക് വരുമ്പോ സൗണ്ട് കൂടണം അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടണം എന്ന് വേണമെങ്കിൽ പറയാം. ഫൈൻ. അതുപോലെ ട്രെയിൻ ദൂരേക്ക് പോകുമ്പോഴോ കേൾക്കുന്ന സൗണ്ട് കുറയും അല്ലെ? അപ്പൊ കേൾക്കുന്ന സൗണ്ട് കുറയും എന്ന് വെച്ചാൽ സൗണ്ട് കുറയും. ഈ കൺസെപ്റ്റ് മനസ്സിലാണ്. അടുത്തേക്ക് വരുമ്പോ കേൾക്കുന്ന സൗണ്ട് കൂടും, ദൂരേക്ക് പോകുമ്പോ കേൾക്കുന്ന സൗണ്ട് കുറയും. കേൾക്കുന്ന സൗണ്ട് കൂടുമ്പോ ഫ്രീക്വൻസി കൂടും എന്നൊരു ഐഡിയ മനസ്സിൽ വേണം. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് കേസസ് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് കേസ്, വി ലിസണർ, വി സോഴ്സ്, രണ്ടുപേരും അടുത്തേക്ക് മൂവ് ചെയ്യുവാണ്. ഇതിലൊരാള് റെസ്റ്റും ആവാം, പ്രശ്നമില്ല. എനിവേ കണ്ടീഷൻ ഇസ് ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ, അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവർ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസി എന്തായിരിക്കും? അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കൂടുവോ കുറയോ? കൂടും അല്ലെ? അപ്പൊ ഈ വാല്യൂ കൂടണമെങ്കിൽ ഇത് ന്യൂമറേറ്റർ കൂടണം, ഡിനോമിനേറ്റർ കുറയണം. റിപ്പീറ്റ്, ഇത് കൂടണമെങ്കിൽ ന്യൂമറേറ്റർ കൂടണം, ഡിനോമിനേറ്റർ കുറയണം അല്ലെ? സോ ന്യൂമറേറ്റർ കൂടുക എന്ന് പറഞ്ഞാൽ വി പ്ലസ് വി എൽ ആകണം, ഡിനോമിനേറ്റർ കുറയുക എന്ന് പറഞ്ഞാൽ വി മൈനസ് വി എസ് ആകണം. അപ്പൊ അപ്പാരന്റ് ഫ്രീക്വൻസി എന്താണ് ഈ കേസില്? വി പ്ലസ് വി എൽ ബൈ വി മൈനസ് വി എസ്. ഓക്കെ, ഇനി മറ്റൊരു കേസ്, ദേ ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ, വി എൽ വി എസ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എന്താകാം? റെസ്റ്റിലും ആവാം കേട്ടോ. ചിലപ്പോൾ സോഴ്സ് റെസ്റ്റിലാവാം, ചിലപ്പോൾ ലിസണർ ആയിരിക്കാം റെസ്റ്റില്, നോ പ്രോബ്ലം. അപ്പൊ ആ ലിസണർ ഏതാണോ റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവനൊരു 0 ഇട്ട് കൊടുത്താൽ മതി. കൺസെപ്റ്റ് പറഞ്ഞില്ല അവിടെ. ഓക്കെ, ഇനി അടുത്ത കേസിൽ ദേ ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ. അപ്പൊ ദൂരേക്ക് പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കുറയും. കേൾക്കുന്ന സൗണ്ട് കുറഞ്ഞാൽ അപ്പാരന്റ് ഫ്രീക്വൻസി കുറഞ്ഞതായിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, mu dash is equal to mu into v minus vl by v plus vs, v minus vl by v plus vs. So I repeat, നമ്മൾ ദൂരേക്ക് പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കുറയും, കേൾക്കുന്ന സൗണ്ട് കുറയുമ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസി കുറയും. അപ്പൊ ന്യൂമറേറ്റർ കുറയണം, ഡിനോമിനേറ്റർ കൂടണം, എന്നാലേ mu dash കുറയത്തുള്ളൂ. ഓക്കെ, സോ കണ്ടീഷൻ വിൽ ബി ദിസ്. മനസ്സിലാവുണ്ടല്ലോ? ഇവിടെയും ഏതെങ്കിലും ഒരെണ്ണം റെസ്റ്റിലാവാം, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി, ഈ കേസസ് വെച്ച് ഓർത്തിരിക്കാൻ പറ്റാത്തൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ജനറൽ ഒറിജിനൽ കൺവെൻഷൻ മെത്തേഡ് ഒന്നും അല്ല പറഞ്ഞത് കേട്ടോ, ഞാനൊരു ഷോർട്ട് മെത്തേഡാ പറഞ്ഞത്. ഓക്കെ, ഇനി ഒറിജിനൽ കൺവെൻഷൻ വെച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ലിസണർ ഈ ഡയറക്ഷനില്, സോഴ്സും ഈ ഡയറക്ഷനില്, both are moving in the same direction means then the apparent frequency mu dash will be mu into v minus vl divided by v minus vs. എന്താണ്? mu into v minus vl by v minus vs.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അപ്പാരന്റ് ഫ്രീക്വൻസിന്റെ ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഡോപ്ലർ എഫക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് പരീക്ഷ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് നോക്കാം. രണ്ട് സിറ്റുവേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അപ്രോച്ചിങ്, രണ്ട് മൂവിങ് അവേ, അല്ലെ? അപ്പൊ അപ്രോച്ചിങ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കൂടും, വിച്ച് മീൻസ് mu dash is equal to mu into, കേൾക്കുന്ന സൗണ്ട് കൂടുമ്പോൾ ഈ കണ്ടീഷൻ. ലിസണർ മൂവ് ചെയ്യുന്നില്ല, VL 0 ആണ് കേട്ടോ. അപ്പൊ V by V minus S. Okay, and the frequency is what? 216. Okay, രണ്ടാമത്തെ കേസ് മൂവിങ് അവേ. അഗൈൻ ലിസണർ മൂവ് ചെയ്യുന്നില്ല, അപ്പൊ ഈ കണ്ടീഷൻ എടുക്കണം. അപ്പൊ that is equal to mu dash is equal to mu into V minus VL. അത് എഴുതണ്ടല്ലോ, VL 0 ആണ്, V plus PS. That is equal to 184. Okay, അപ്പൊ ജനറൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും രണ്ടും സോൾവ് ചെയ്യുക എന്നിട്ട് ഫൈൻഡ് ദി ആൻസർ. അതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഓക്കെ, ഇനി ഇത് ചെയ്യാതിരിക്കാൻ മറ്റൊരു പറഞ്ഞു തരാം, എളുപ്പത്തിൽ ചെയ്യാം. നമുക്ക് വേണ്ടത് മ്യൂ ആണല്ലേ, ചുമ്മാ റേഷ്യോ എടുക്കുമ്പോൾ മ്യൂ ഒക്കെ ക്യാൻസൽ ആയി പോകും. അങ്ങനെ ചെയ്യാതെ ഇരിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്രോച്ച് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ ക്യാൻ യൂസസ് mu is equal to 2 mu dash mu double dash by ഇത് mu double dash ട്ടോ, mu dash plus mu double dash. എന്താണ്? 2 mu dash mu double dash divided by mu dash plus mu double dash. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. mu dash എന്ന് പറഞ്ഞാൽ 216, mu double dash എന്ന് പറഞ്ഞാൽ 184. ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യൂസിങ് ദിസ് ഷോർട്ട് കട്ട് ഇക്വേഷൻ യു ക്യാൻ ഡയറക്ട്ലി അറൈവ് വിത്ത് ദി ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ ഞാൻ ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഫോർ യു ടു ഡു ഇറ്റ് ആൻഡ് ടെൽ മീ ദി ആൻസർ. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ് ആൻഡ് ഫൈൻഡ് വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മെത്തേഡ് ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് r on the xy plane carrying a steady current anti-clockwise. The magnetic field at the center of the loop is given by. And the next question. Consider two parallel current carrying conductors separated by a distance. Which one of the following statements is true? Current flowing in same direction will lead to repulsion. Current flowing in opposite direction will lead to attraction. The conductors will always attract each other. Conductors will always repel each other. Currents flowing in the same direction will lead to attraction and opposite direction will lead to repulsion. Okay, അപ്പോൾ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വായിച്ചത് വൺ ബൈ വൺ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് വായിച്ചത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ ഇതായിരുന്നു, ഒരു XY പ്ലെയിനില്, ദിസ് ഇസ് മൈ XY പ്ലെയിൻ, ഒരു XY പ്ലെയിനിൽ ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു സർക്കുലർ കറന്റ് ക്യാരിങ് കോയിൽ ഉണ്ട്, ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി ക്യാരിങ് എ കറന്റ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ദർ ഇസ് എ കറന്റ്. ഓക്കെ, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറന്റ് ഉള്ളത്, സംശയമില്ലല്ലോ. ഇനി നമ്മൾ ചോദിക്കുന്നത് സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, ഒരു കറന്റ് ക്യാരിങ് കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ B is equal to mu 0 I by 2R. എന്താണ്? B equal to mu 0 I by 2R ആണ്. ഇനി അതേസമയം ഒരു പാർട്ട് ഓഫ് എൻ ആർക്ക് തന്നിട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും ഭാഗം തന്നിട്ടുള്ളൂ വിചാരിച്ചു, ഇത്രയും ഭാഗം തന്നു. ആൻഡ് വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സബ്റ്റൻഡ് ബൈ ദിസ് പോർഷൻ അറ്റ് ദ സെന്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീറ്റ തന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ കണ്ടീഷൻ വിൽ ബി B is equal to mu 0 I by 2R theta by 360. അപ്പൊ ഒരു പാർട്ട് ഓഫ് എ സർക്കിൾ തന്നാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ല, ഫുൾ സർക്കിൾ എന്നിട്ട് സെന്ററിൽ ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ, mu 0 I by 2R. ഇവിടെ R എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ thumb should be placed in the direction of the current. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് അല്ലേ കറന്റ്, but thumb I'm placing like this and curling my fingers. എന്റെ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലാണോ കേൾ ചെയ്യുന്നത്, that will give you the direction of the magnetic field. അപ്പൊ ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ തമ്പ് കറന്റ് നേരെ, ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഇങ്ങനെ. The direction in which I curl my fingers gives the direction of magnetic field. Okay, അപ്പൊ ഇവിടെ ഇങ്ങനെ കേൾ ചെയ്യുമ്പോ ഇങ്ങനെ, അപ്പൊ താഴെ വരുമ്പോ ഇങ്ങനെ പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഔട്ട്സൈഡ്, ഓർ നമുക്ക് പറയാം ഇത് എക്സും ഇത് വൈയും ആയതുകൊണ്ട് ഇറ്റ് ഇസ് ടുവേർഡ്സ് Z ഡയറക്ഷൻ. ഓക്കെ, സോ വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്? B is equal to mu 0 I by 2R in the outside direction.
ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ മറ്റേ മാഗ്നറ്റിക് എഫക്ട്സിന്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗോ ത്രൂ ദാറ്റ് വീഡിയോ ഇഫ് യു ആർ നോട്ട് വാച്ച് ദ വീഡിയോ. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സിൽ ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റും അവിടെ കവേർഡ് ആയിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവര് പോയി കാണുക. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. അപ്പൊ ആദ്യം ഒരൊറ്റ കണ്ടക്ടറിന്റെ കാര്യം പറയാം. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് and that force is equal to ILB sin theta. അല്ലെ നമുക്ക് ഇങ്ങനെ എഴുതാം I into L cross B എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് D ആണ് കേട്ടോ. ഇത് കറന്റ് I1, ഇത് കറന്റ് I2. ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും and that force per unit length of the conductor will be equal to mu 0 I1 I2 by 2 pi d. എന്താണ്? mu 0 I1 I2 by 2 pi d. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്, മറന്നു പോകരുത് കേട്ടോ. സോ mu 0 I1 I2 by 2 pi d. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. If these two conductors are carrying currents in the same direction, then they will attract each other. അപ്പൊ ഇവന്റെ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. They will attract each other. I repeat once again, if two current carrying conductors carrying currents in the same direction, they will attract each other. ഈ കറന്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ they will repel. അതായത് ഇങ്ങനെയാണെങ്കിൽ ഒരാൾ മുകളിലേക്ക് ഒരാൾ താഴത്തേക്ക്, ഇങ്ങനെയാണെങ്കിൽ they will repel each other. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആണ് സോളിനോയിഡിന്റെ കേസിൽ വരുമ്പോൾ. ഈ സോളിനോയിഡ് നമ്മൾ വൗണ്ട് ചെയ്തിട്ട് അതിന്റെ സൈസ് ഇടയ്ക്ക് വലുതാകും. അത് വലുതാവാനുള്ള റീസൺ ഒരു റിപ്പൾഷൻ ഫോഴ്സ് അവിടെ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. Okay, so please remember that when two current carrying conductors are carrying current in the same direction, they will attract each other. Okay, right? I hope the two questions are clear. Okay, now and the next question. An accurate measurement implies that the spread of the readings are broad around the mean value. The spread of the readings are narrow around the mean value. The mean value of the readings is always lower than the true value. The mean value of the readings is always higher than the true value. The closeness of the mean of the readings to the true value. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ രണ്ട് ടേംസ് ആണ് അവിടെ പറയുന്നത് അല്ലെ. അക്യുറസി എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അക്യുറസിയുടെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടേം ആണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രിസിഷൻ? അതിന് അക്യുറസി എന്താന്ന് പറയാം. അക്യുറസി എന്ന് പറഞ്ഞാൽ ഹൗ ക്ലോസ് ഇസ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. അപ്പൊ ഒറിജിനൽ വാല്യൂവിനോട് എത്ര ക്ലോസ് ആണ് നമുക്ക് കിട്ടുന്ന മെഷേർഡ് വാല്യൂ, അതാണ് അക്യുറസി എന്ന് പറഞ്ഞാൽ. എന്താണ് അക്യുറസി? ഹൗ ക്ലോസ് ഇസ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. അപ്പൊ ഈ ട്രൂ വാല്യൂവിനെ നമുക്ക് വേണമെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ട്രൂ വാല്യൂ അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ 5 ഒബ്സർവേഷൻസ് ഒക്കെ എടുക്കും, അതിന്റെ മീൻ കണ്ടുപിടിക്കും. അപ്പൊ അതാണ് നമ്മൾ ആക്ച്വൽ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ആയിട്ട് പിന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോ അക്യുറസി എന്ന് പറഞ്ഞാൽ ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഇസ് ടു ദ ട്രൂ വാല്യൂ ഓർ ദി ആക്ച്വൽ വാല്യൂ. ഓക്കെ, ഇനി മറ്റൊരു ടേം പ്രിസിഷൻ ആണ്. ആ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it tells you how close are the measured values to each other. എന്താണ് പ്രിസിഷൻ? പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5-6 വാല്യൂസ് മെഷർ ചെയ്തു. ഈ മെഷേർഡ് വാല്യൂസ് ഹൗ ക്ലോസ് ആർ ദേ. അപ്പോൾ the closeness of the measured values to each other ആണ് പ്രിസിഷൻ തരുന്നത്. അക്യുറസി തരുന്നത് എന്താണ്? How close are the measured value to the true value or the mean value or the actual value. അതാണ് അക്യുറസി തരുന്നത്. ക്ലിയർ ആണല്ലോ? And you can find the option from there. Okay, and the next question. The following plot gives a variation of acceleration with time for an object that started from rest at time t equal to 0 seconds. The velocity at time t equal to 15 seconds and at 25 seconds respectively are. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് what is the velocity at the end of 15 seconds and at the end of 25 seconds. അപ്പോൾ ഒരു AT ഗ്രാഫ് ആണ് കേട്ടോ തന്നിട്ടുള്ളത്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. റൈറ്റ്, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ ആണ് തന്നെ അപ്ലൈ ചെയ്യാം. 3 ഗ്രാഫ്സിനെ കുറിച്ച് അറിയാം അല്ലെ. ഒന്ന് XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതുപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. 3 ഗ്രാഫ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓർത്തിരിക്കുക, XT ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി തരും, VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ തരും. അതുപോലെ AT ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് gives you change in velocity. VT ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് gives you displacement or the distance. Okay, now അത് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നു നോക്കാം.
അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് 15 സെക്കൻഡ്സിലുള്ള വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണെന്ന് അറിയാൻ കണ്ടീഷൻ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്തായാലും 0 ആണ്. അപ്പോ ഇത്രയും ഭാഗത്തെ ഏരിയ അണ്ടർ ഗ്രാഫ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടത്തെ വെലോസിറ്റി കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ AT ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പൊ ഇത് 10 ട്രയാംഗിൾ ആണ്. അപ്പൊ ഏരിയ വിൽ ബി ഹാഫ് BH 10 into 10 that will be 50. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി 50 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V minus U ആണ്. U 0 ആണ്. അപ്പൊ V at 10 seconds എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. എത്രയാണ്? 50 ആണ്. ഇനി നോക്കിക്കേ, 10 മുതൽ 15 സെക്കൻഡ്സ് വരെ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് പോകുന്നത് അല്ലെ. 10 സെക്കൻഡ്സ് എന്ന കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് ഇനിയുള്ള 5 സെക്കൻഡ് അവൻ ട്രാവൽ ചെയ്യുന്നത്. Which means we can write like this. Velocity at 15 seconds will be equal to. അപ്പൊ ഈ റീജിയൻ എടുക്കുമ്പോൾ ഈ റീജിയന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഇവിടത്തെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ടൈം എത്ര എടുക്കും? 5 സെക്കൻഡ്സ് അല്ലെ. 10 മുതൽ 15 വരെ എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ്സ് എടുത്താൽ മതി നമുക്ക് ടൈം. അപ്പൊ V15 എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് V is equal to U plus AT ഫോർമുല. അപ്പോ V10 plus A എത്രയാ? 10 അല്ലേ. ടൈം എത്രയാ? 5 സെക്കൻഡ്സ്. സോ V10 എത്രയാ? 50 plus 50. So at the end of 15 seconds the velocity will be 100 meter per second. ഓർമ്മയില്ലേ? അപ്പൊ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എന്താണ്? 100 meter per second ആണ്. ഓക്കെ, ഇനി വേണ്ടത് എന്താ? 25 സെക്കൻഡ്സ് എത്തുമ്പോ എന്താണ് വെലോസിറ്റി? 25 സെക്കൻഡ്സ് അഗൈൻ ഈ ഏരിയ എടുക്കുക അല്ലെ. ഹാഫ് BH, ഹാഫ് ഇൻറ്റു BH. B എത്രയാ? 15 minus 25 10. H 10. That's equal to change in velocity. Final minus initial. അപ്പൊ ഈ പോർഷൻ എടുക്കുമ്പോ ഇവിടുത്തെ ഇനീഷ്യൽ ഏതാ? ഇതാ. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാ 100 meter per second. സോ V minus 100 ഇത് എത്ര വരും? 50 വരും അല്ലെ. അപ്പൊ V at the end of 25 seconds will be equal to 150 meter per second. മനസ്സിലായോ? സോ വെലോസിറ്റി at the end of 25 seconds എന്താണ്? 150 meter per second and at the end of 15 seconds is 100. Okay, അപ്പൊ ഓർത്തുക ഏരിയ അണ്ടർ AT ഗ്രാഫ് will give you the change in velocity. മറക്കരുത്, ഏരിയ അണ്ടർ AT ഗ്രാഫ് വെലോസിറ്റി ആണോ തരുന്നത്? അല്ല, it is giving you change in velocity. Okay അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. Right, the next question. The variation of speed of an object with time in seconds is given by the expression V of t equal to V naught minus 5t plus 5t square. So V of t is equal to V naught minus 5t plus 5t square. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലെ. അപ്പൊ അവര് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക എന്നതാണ്. ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുമ്പോൾ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എന്താ? ആക്സിലറേഷൻ. We'll get A of t is equal to V naught constant ആണ്, derivative by constant 0 ആണ്. അപ്പൊ 0 minus 5 plus 10t. Okay. Now here അവർ ചോദിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ടൈം t is equal to 0 യിൽ എന്താണ് ആക്സിലറേഷൻ? അപ്പൊ ടൈം t equal to 0 എന്ന് പറഞ്ഞാൽ t is equal to 0 കൊടുക്കുക. Which means 0 minus 5 plus 0. കാരണം 10 into 0 0. That is minus 5. Which means originally at t is equal to 0 യിൽ acceleration ആണോ deceleration ആണോ? Deceleration ആണ് അല്ലേ. And the value is 5 meter per second square. The value for deceleration is 5 meter per second square at t is equal to 0. Okay. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതൊക്കെ സാധാരണ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാം. റൈറ്റ്. ഇപ്പൊ 12th കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കാൻ എന്തായാലും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബേസിക് ഡെറിവേറ്റീവ് എടുക്കുന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ആൻസറിലേക്ക് വരാം. ക്ലിയർ ആണല്ലോ? അടുത്തിലേക്ക് പോകാം. A bead is tied on one end of a stiff rope of length 1 meter. With the other end of the rope as the center, the rope is rotated in such a way that the bead completes 10 revolutions per second. The centripetal acceleration of the bead is. ഈ ക്വസ്റ്റ്യനിൽ centripetal acceleration of the bead ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 കണ്ടീഷൻസ് അറിയാം. ഒന്ന് ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട് 1 മീറ്റർ. എന്തുകൊണ്ടാ? 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിംഗ് ആണ് എടുക്കുന്നത് അല്ലെ. അതാണ് സർക്കുലർ പാത്തിൽ പോകുന്നത്. അപ്പൊ റേഡിയസ് എന്ത് തന്നെയാ? 1 മീറ്റർ തന്നെയാ. ഇനി വെലോസിറ്റി തന്നിട്ടില്ല, പക്ഷെ ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? അവര് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ RPS. ദിസ് ഇസ് ആക്ച്വലി ഇൻഡിക്കേറ്റീവ് ഓഫ് ദി
ഫ്രീക്വൻസി. അപ്പൊ RPS എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ചില ക്വസ്റ്റ്യനിൽ അവർ RPM തരും. RPM ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ SI കൊണ്ടുവരണം, RPS കൊണ്ടുവരണം. എങ്ങനെ? ബൈ ഡിവൈഡിങ് ബൈ വിത്ത് 60. ഓക്കെ, അത് മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇവിടെ ഒമേഗ സ്ക്വയർ R യൂസ് ചെയ്യാം. അപ്പൊ 2 പൈ എഫ് എന്ന് പറയുമ്പോൾ 10 വരും, 10 ആണ് തന്നിട്ടുള്ളത്. ഹോൾ സ്ക്വയർ ടു R. That is equal to 2 square 4 വരും, 400 pi square. Direct and simple question. Answer is what? 400 pi square. Okay, അപ്പോൾ ഓർത്തുവയ്ക്കുക സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്താണ്? ഒന്നല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ R എന്ന ടേം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ V square by R എന്ന കണ്ടീഷനും യൂസ് ചെയ്യാം. Okay, R is the radius, omega is the angular velocity there. Clear? Right. ഇനി അടുത്ത question. The electric field of an electromagnetic wave in free space is given by E equal to 5 sine 2 pi by 3 z minus omega t. Which of the following statement is correct? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? E equal to 5 sine 2 pi by 3 z minus omega t. 5 ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ ടേംസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താ അത്? A sin kx minus omega t അല്ലെങ്കിൽ omega t minus kx, രണ്ടിലും ചിന്തിക്കാം. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം kx എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ z എന്നൊക്കെ പറയുമ്പോൾ kന്റെ കൂടെയുള്ളതാണ്, kനെ വിളിക്കുന്ന പേര് പ്രൊപ്പഗേഷൻ ഫാക്ടർ എന്നാണ്. അപ്പൊ kന്റെ കൂടെയുള്ളത് z ആണെങ്കിൽ the meaning is wave is moving in the z direction. kന്റെ കൂടെയുള്ള x ആണെങ്കിൽ the meaning is wave is moving along the x direction. Okay, and omega ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ അത്? ആംഗുലർ വെലോസിറ്റി ആണ് തരുന്നത്, സോറി ആംഗുലർ ഫ്രീക്വൻസി ആണ് തരുന്നത്. അപ്പൊ നമുക്ക് അത് ബേസ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം അവിടെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം, കണ്ടില്ലെങ്കിൽ അത് വിടുക. ഇനി ഒമേഗയുടെ ഓപ്ഷൻസ് വല്ലതും കറസ്പോണ്ടിങ് ഉണ്ടോ എന്ന് നോക്കണം, അതില്ലെങ്കിൽ അത് വിടുക. ഇനി k z അല്ലെ? അപ്പൊ k എന്ന് പറയുമ്പോൾ k is what? 2 pi by 3 ആണ് അല്ലെ? k എന്ന് പറഞ്ഞാൽ 2 pi by 3 ആണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. That will be the answer. അപ്പൊ പ്രൊപ്പഗേഷൻ എന്തായാലും z ഡയറക്ഷൻ ആണ്, ആൻഡ് the value is 2 pi by 3. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്ന ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ഏതാ പറഞ്ഞേ? It is option B. Okay, so that is the answer. മനസ്സിലായല്ലോ? അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഓർക്കേണ്ട ഒരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ, ഈ കെന്റെ കൂടെ വരുന്നത് എന്ത് തരും? It gives you or tells you the direction in which the wave is getting propagated. Okay, അത് മാത്രം എക്സ്ട്രാ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? Okay. A monochromatic light of frequency mu equal to 1 by 6.63 into 10 raised to 16 hertz is produced by a laser. The power emitted is 10 raised to minus 2 watts. The average number of photons per second emitted by the sources. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താ? ആവറേജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് അല്ലെ? അപ്പൊ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ പവറിന്റെ ഇക്വേഷൻ ആദ്യം ഓർത്ത് വെക്കണം. പവർ എന്ന് വെച്ചാൽ NH nu ആണ്. അതുപോലെ ഇന്റൻസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ NH nu ആണ്. ഇവിടെ n എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ, ഇവിടെ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ മതി. ഓക്കെ, ഈ കണ്ടീഷൻസ് ഞാൻ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ റേഡിയേഷന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അറിയാത്തവരാണെങ്കിൽ പോയി നോക്കാം. അപ്പൊ P is equal to NH nu. പവർ അറിയാലോ, nu അറിയാം, h ന്റെ വാല്യൂ അറിയാം ഓൾറെഡി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ n is equal to power 10 raised to minus 2 divided by h എത്രയാ? 6.63 into 10 raised to minus 34 into mu എത്രയാ? 1 by 6.63 into 10 raised to 16, right? So simplify ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കേ. ഇവിടെ 10 raised to minus 34 minus 2 പോയി, minus 32 അപ്പോൾ 16 അല്ലേ? 10 raised to 16 number of photons emitted per second എത്രയാണ്? 10 raised to 16 is the answer for that. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻസ് ഓർത്ത് വെക്കണം. ഞാൻ അന്ന് ആ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പവറിന്റെ ഇന്റൻസിറ്റിയുടെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. കീമിന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇന്റൻസിറ്റി എന്ന് ഒരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ പവറിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, and the next question. An object is placed at 9 centimeter in front of a concave mirror of radius of curvature 12 centimeter. The following statement is true. The following statement is true. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യും എവിടെ? ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടില് അല്ലെ? ഒരു കോൺകേവ് മിറർ വരച്ചേക്കാം നമുക്ക് ആദ്യം തന്നെ. ഇപ്പൊ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു ഫോക്കസ് ഉണ്ട്, ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ അവർ തന്നിട്ടുണ്ട് 12 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ 12 ആണ്. ഇനി ഒബ്ജക്റ്റ് വെക്കുന്നതോ 9 സെന്റിമീറ്റർ ദൂരെയാണ്. അപ്പൊ ഏകദേശം ഇവിടെ വരും അല്ലെ?
അപ്പൊ ഈ ഫോക്കൽ ലെങ്തിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കണം, റേഡിയസ് കർവേച്ചറിന് നേർ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. അപ്പൊ ദിസ് വിൽ ബി എത്ര വരും? 6 സെന്റിമീറ്റർ വരും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഇമേജ് ഫോർമേഷന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റേ ഒപ്റ്റിക്സിന്റെ കുറച്ച് പാർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ പ്ലേലിസ്റ്റിനകത്ത് കയറി നോക്കിയാൽ ഇതിന്റെ ഡിഫറെന്റ് പൊസിഷൻസിലുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അറിയാത്തവര് പ്ലീസ് മേക്ക് എ പോയിന്റ് ടു വാച്ച് ദാറ്റ്. റേ ഒപ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. എല്ലാ വീഡിയോസും കണ്ടാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചെയ്തിട്ടില്ല, അത് ടുവേർഡ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ ഒബ്ജക്ട് ഇരിക്കുന്നത് 9 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ആണ്. ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് എന്ന് ഓർത്തോളണം. കോൺകേവ് എന്ന വാക്ക് കേട്ടാലേ നെഗറ്റീവ് എന്ന് ഓർത്തോളണം. കോൺകേവ് ലെൻസ് ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അതുപോലെ കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ കോൺകേവ് എന്ന് കേട്ടാൽ നെഗറ്റീവ് ആയിരുന്നോട്ടെ. അപ്പൊ now the object is placed between C and F. Between C and F. സിയും എഫിന്റെയും ഇടയിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ we will be obtaining an image beyond C. എവിടെ ഒബ്റ്റെയിൻ ചെയ്യും? Will be obtaining an image beyond C. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കേട്ടോ. അപ്പൊ അതിന്റെ റീസൺ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയി കാണുക. റേ ഒപ്റ്റിക്സ് അടിച്ചു നോക്കിയാൽ എന്റെ ചാനലിനകത്ത് കാണാറുണ്ട്. ഓക്കെ, അപ്പോ ബിയോണ്ട് സി ആണ് എന്ത് വരുന്നത്? ഇമേജ് ഫോർമേഷൻ വരുന്നത്. ആൻഡ് ബിയോണ്ട് സി ആണെന്ന് മാത്രമല്ല, ഇമേജ് വിൽ ബി ഇൻവേർട്ടഡ് ആൻഡ് ഇറ്റ് വിൽ ബി എ റിയൽ ഇമേജ്. റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, മാഗ്നിഫൈഡും ആയിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ വാല്യൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പൊസിഷൻ എവിടെയാണ്. ഓക്കെ, അപ്പൊ സിയിൽ വെച്ചാൽ എവിടെ വരും? സി തന്നെ വരും. ബിയോണ്ട് സി വെച്ചാലോ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വരും. റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് വരും. അത് എഫിൽ വെച്ചാൽ അങ്ങ് ഇൻഫിനിറ്റിയില് എഫിന്റെയും പിന്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു വെർച്വൽ ഇമേജ് കിട്ടും. ഓക്കെ, റൈറ്റ്. ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തവർ ഞാൻ വീണ്ടും പറയുവാണ്, അത് പോയി കാണുക. വിൽ ബി ക്ലിയർ ഫോർ യു. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാലോ. ആൻഡ് നെക്സ്റ്റ് വൺ, an optician prescribes a lens of power plus 2.5 diopter. The focal length of the lens and water is refractive index of the lens and water are respectively 1.5 and 1.3. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? We have a lens of power plus 2.5 d diopter അല്ലെ. പ്ലസ് വരുമ്പോൾ നമുക്കറിയാം കോൺവെക്സ് ആണ് ആയിരിക്കണം അല്ലെ. ആൻഡ് we also know that പവറിന്റെ റെസിപ്രോക്കൽ പവർ is equal to 1/f. സോ പവർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് കണ്ടുപിടിക്കാം. ഇപ്പൊ രണ്ട് സിറ്റുവേഷൻസിലാണ് ഈ ലെൻസ് പ്ലേസ് ചെയ്യുന്നത്. ഒന്ന് എയറിലും, രണ്ട് എവിടെ? മീഡിയത്തില്. മീഡിയം എന്താണ്? വാട്ടർ ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ, സെക്കൻഡ് കേസിലുള്ള കണ്ടീഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ലെൻസ് മേക്കേഴ്സ് ഫോർമുല യൂസ് ചെയ്യണം. എന്താ ലെൻസ് മേക്കേഴ്സ് ഫോർമുല? 1/f is equal to n2 by n1 minus 1 into 1/r1 minus 1/r2. അപ്പൊ r1 and r2 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. എവിടത്തെ? ഫസ്റ്റ് സർഫസിന്റെയും സെക്കൻഡ് സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് r1 and r2. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ലെൻസ് എയറിൽ വെച്ചാലും വെള്ളത്തിൽ വെച്ചാലും ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ മാറുമോ? മാറില്ല. ഫോക്കൽ ലെങ്ത് മാറും. കാരണം എന്താ? മീഡിയം മാറുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ചേഞ്ച് വരുന്നുണ്ട് അവിടെ. പക്ഷെ റേഡിയസ് ഓഫ് കർവേച്ചർ എവിടെ വെച്ചാലും മാറ്റമില്ല. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/f is equal to n2 or proportional to n2 minus n1 by n1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 1/f is proportional to n2 minus n1 by n1. ഓക്കെ, പ്രൊപ്പോർഷണൽ കിട്ടിയില്ലേ? ഇനി എളുപ്പം ടാക്കിൾ ചെയ്യാൻ. ഫസ്റ്റ് സിറ്റുവേഷനിൽ എവിടെയാ? എയറില്. അപ്പൊ ഫസ്റ്റ് സിറ്റുവേഷൻ 1/f എയർ പ്രൊപ്പോർഷണൽ ടു n2 minus n1. ഗ്ലാസിന്റെ എത്രയാ? 1.5 മൈനസ് എയറിന്റെ എത്രയാണ്? 1 ആണ്. ഡിവൈഡ് ബൈ n1 again 1 അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുമ്പോൾ p is equal to 1/f ആണല്ലേ. അപ്പൊ 1/f എന്ന് പറഞ്ഞാൽ എന്നാ? ദിസ് ഇസ് ആക്ച്വലി 2.5. ഓക്കെ, ഇനി അടുത്തത് മീഡിയം വെക്കുമ്പോൾ 1/f മീഡിയം is proportional to n2. What is n2? n2 എന്ന് പറഞ്ഞാൽ ലെൻസ് again 1.5 മൈനസ് വെള്ളത്തിന്റെ 1.33 എടുക്കാം. ഡിവൈഡഡ് ബൈ n1 again. What is n1? 1.33 വാട്ടർ അല്ലെ. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. നോക്കാം, നമുക്ക് ഇത് 2.5 അല്ലേ. 2.5 ബൈ 1/f അത് മുകളിലേക്ക് വരും അല്ലെ. അപ്പോ f is equal to 1.5 minus 1 എത്രയാ? It is 0.5, right? 0.5 divided by 1.5 minus 1.33 എന്ന് പറയുമ്പോൾ 0.17 വരും.
divided by 1.33. Okay, let's try. Now simplify. Okay, so that will be 5 FM is equal to 1.33 divided by 0.17. Or FM is equal to 1.33 divided by, you multiply 0.85. Or that is 133 divided by 85. Now, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത് മീറ്ററിലാണ്, പക്ഷെ ഓപ്ഷൻസിൽ ഏതില്ല സെന്റിമീറ്ററിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഇൻറ്റു 100 കൂടി ചെയ്യാം നമുക്ക്. അപ്പൊ അതിനകത്ത് 17, ഇവിടെ 5 എത്ര വരും? 20. എത്ര വരുന്നേ? 20 വരും അല്ലെ. അപ്പൊ that will be 2660 divided by 17. So what is the final answer? Final answer will be 2660 by 17 centimeter. Clear ആണല്ലോ. അപ്പൊ ഫൈനൽ ആൻസർ വരുന്നത് 2660 by 17. അപ്പൊ ഓർത്ത് വെക്കണം കേട്ടോ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് തിൻ ലെൻസ് ഫോർമുല. 1 by f is equal to 1 by v minus 1 by u. This is also very important, the thin lens formula. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക and you can easily solve the question. Okay, so I hope you have understood what we have discussed today. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ feel free to comment below. I'll be really happy to help you out with. അപ്പോൾ കുറച്ച് പേര് ചോദിക്കണ്ടായി മാത്സ് എങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം, ട്രിക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണ്ടായി. അപ്പോൾ ഞാൻ ഒരു ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെ, ഒരു ചാനലിലെയാണ്, എൻ്റെ വൈഫിന്റെ ചാനലാണ്. അപ്പൊ അതിനകത്ത് ക്യൂബ് റൂട്ട് എങ്ങനെ ചെയ്യാം, സ്ക്വയർ റൂട്ട് എങ്ങനെ ചെയ്യാം എന്നെല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. Okay, but you can visit that link also and make sure that നിങ്ങൾ ഈ questions once again practice ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം കേട്ടോ. എന്നാൽ ഇതിന്റെ പ്രയോജനമുള്ളൂ. And watch all the remaining videos again and again till the concepts are clear for you. Okay, so once again till we meet with the next video. Thank you.